നിങ്ങൾക്ക് ലക്ഷങ്ങളെ ശമ്പളമുള്ള കപ്പല്ല ചോര് കേട്ടോ, അതും ഒരു പൈസ പോലും കൊടുക്കാണ്ട്. ഈ വീടിന്റെ അവസാനം ഞാൻ പറഞ്ഞുതരാം എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടത്. ഇപ്പൊ എല്ലാവർക്കും കൂടെ വേറെ സംഭവം പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഏത് രാജ്യത്ത് പോയാലും ഇന്റർനെറ്റ് വേണം. ഞങ്ങൾ ഇവിടെ നടുക്കടയിൽ യൂസ് ചെയ്യണ ഇലോൺ മസ്കിന്റെ സ്റ്റാർലിങ്ക് വൈഫൈ ആണ്. നീ ഏതെങ്കിലും രാജ്യത്ത് പോയാലും അവിടുത്തെ സിം എടുത്തിട്ട് വെറുതെ പൈസ കളയേണ്ടത്. അപ്പൊ നിങ്ങളുടെ ആവശ്യം എന്താണ് അതനുസരിച്ച് നിങ്ങൾക്ക് എത്ര GB വേണമെങ്കിലും ഇന്റർനെറ്റ് സർവീസ് ഇവര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാ. അപ്പൊ ഞാനൊക്കെ യൂസ് ചെയ്യണ ഇവരുടെ സർവീസ് ആണ്. ഏതെങ്കിലും രാജ്യത്ത് ചെന്നാൽ വീഡിയോ അപ്ലോഡ് ചെയ്യണത് നോട്ടിക് ഇന്റർനെറ്റിനെ വിളിച്ചിട്ട് അവര് നമുക്ക് എത്ര GB വേണമെങ്കിലും നമുക്ക് ഈ സിം വഴി സെറ്റ് ചെയ്ത് തരും. അപ്പൊ നിങ്ങളുടെ മൊബൈൽ ഒരു ഈ സിം കേപ്പബിലിറ്റി ഉള്ള മൊബൈൽ ആണെങ്കിൽ നിങ്ങൾക്ക് ഏത് രാജ്യത്ത് പോയാലും നിങ്ങൾക്ക് അവിടുത്തെ ഡാറ്റ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും, അതും വെറും ചീപ്പ് റേറ്റിന്. അപ്പൊ എന്നെപ്പോലുള്ള ഒരുപാട് സിനിമമാർക്കും പ്രവാസികൾക്കും ഈ ഒരു നോട്ടെക് ഇന്റർനെറ്റ് എന്ന് പറഞ്ഞ സർവീസിൽ വളരെ ഉപകാരമുണ്ട്. അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലി ആരെങ്കിലും അബ്രോഡ് പോകണമെങ്കിൽ അവിടുത്തെ ലോക്കൽ സിം വാങ്ങിച്ച് പൈസ കളയണ്ടെന്ന് പറയും. ഇവരെ വിളിച്ചാൽ ഏത് രാജ്യത്തെ സിം ആയാലും അവര് അടിപൊളി പാക്കേജ് ആയിട്ട് നിങ്ങളുടെ വാട്സപ്പിൽ നിങ്ങളുടെ ഈ സിം ആ രാജ്യത്തെ നിങ്ങളുടെ മൊബൈലിൽ കിട്ടുന്നതാണ്. ഞങ്ങൾക്ക് ഇപ്പൊ കിട്ടുന്ന സ്റ്റാർലിങ്ക് സാറ്റലൈറ്റ് വൈഫൈ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അതുകൊണ്ട് വളരെ തുച്ഛമായ ഡാറ്റയും ഞങ്ങൾക്ക് ഇവിടെ കിട്ടണോ കേട്ടാ. ഈ വീഡിയോസും കാര്യങ്ങളൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഏതെങ്കിലും രാജ്യത്തിന് മുമ്പാണ് ഞങ്ങൾ ഈ നോട്ടിക് ഇന്റർനെറ്റിനെ കോൺടാക്ട് ചെയ്തിട്ട് അവർ ഈ സിം അയച്ചു തരും. അപ്പൊ ഒരുപാട് പേർക്കും ഇപ്പോഴും അറിയില്ല ഈ സിമ്മിനെ കുറിച്ച്. എല്ലാവരും ഏതെങ്കിലും രാജ്യത്ത് നിന്നിട്ട് അവിടുത്തെ ലോക്കൽ സിം വാങ്ങാറേ ചെയ്യാറുള്ളൂ. അപ്പൊ ഞങ്ങളെപ്പോലുള്ള സീഫെയറേഴ്സും പ്രവാസികൾക്കും ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. അപ്പൊ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്തോട്ടാ. അപ്പൊ നിങ്ങൾക്കും കപ്പലിൽ വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടായി. ഇതുപോലത്തെ കപ്പലിൽ വർക്ക് ചെയ്യണമെങ്കിൽ ഒരുപാട് കോഴ്സും കാര്യങ്ങളൊക്കെ ചെയ്യണം. ക്രൂസ് ഷിപ്പിൽ അമേരിക്ക UK പോലുള്ള കമ്പനികളിലെ ക്രൂസ് ഷിപ്പിൽ വർക്ക് ചെയ്യാനായിട്ട് ഒരുപാട് വാക്കൻസീസ് വന്നിട്ടാ. അപ്പൊ എങ്ങനെ അപ്ലൈ ചെയ്യാനുള്ള അവരുടെ ഇന്ത്യയിലെ ഒറിജിനൽ മാനിങ് കമ്പനിയുടെ വെബ്സൈറ്റ് ഞാൻ തരാട്ടാ. അപ്പൊ വെയിറ്റേഴ്സ്, ഷെഫ്, പാറൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, കാർപ്പൻറ്റേഴ്സ്, ടെക്നീഷ്യൻസ്, അങ്ങനെ ഒരുപാട് വാക്കൻസീസ് ക്രൂസ് ഷിപ്പിൽ വന്നിട്ടുണ്ട്. അപ്പൊ അവരുടെ ഒറിജിനൽ വെബ്സൈറ്റ് ഞാൻ തരാം. അവിടെ കയറിയിട്ട് നിങ്ങളുടെ CV അപ്ലോഡ് ചെയ്താൽ അവിടെ തന്നെ നിങ്ങളെ കോൺടാക്ട് ചെയ്ത് നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ ഒരാവശ്യമില്ല. വീഡിയോ കോൺഫറൻസ് വഴി ഇന്റർവ്യൂ കഴിഞ്ഞാൽ US ടിക്കറ്റും റെഡി ആയിരിക്കും കേട്ടോ. അപ്പൊ ഒരു പൈസ കൊടുക്കാണ്ട് നിങ്ങൾക്ക് ഷിപ്പിൽ ഇതുപോലെ തന്നെ എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഫോളോ ചെയ്താൽ മതി. ഇത് ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഒരുപാട് DM വന്നിട്ടുണ്ട് എനിക്ക് എങ്ങനെ കപ്പലിൽ വർക്ക് ചെയ്യാൻ, എങ്ങനെ ഇതൊക്കെ പഠിക്കാന്നുള്ളത്. പക്ഷെ ഇവിടെ വരാണ്ട് പഠിക്കാനും ഇവിടെ വരെ എത്താണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ ക്രൂസ് ഷിപ്പിൽ ഒരുപാട് വാക്കൻസീസ് എപ്പോഴും ഉണ്ട്. നിങ്ങൾ തേടി കണ്ടുപിടിക്കണം എന്ന കാര്യം മാത്രം നിങ്ങൾ ചെയ്താൽ മതി കേട്ടാ. അപ്പൊ ഓൾ ദ ബെസ്റ്റ് എല്ലാവർക്കും. അപ്പൊ നിങ്ങൾ റീൽസിൽ കാണുന്ന പോലെ വൈറ്റ് ഡ്രസ്സും അടിപൊളി ടിപ് ടോപ്പർ ഇങ്ങനെ സ്നൈപ്പ് ഒക്കെ വെച്ചുള്ള വീഡിയോസ് അല്ലേ കാണാറുള്ളൂ. ശരിക്കും റിയൽ ഞങ്ങളുടെ ലൈഫ് ഇതാണ്. ഇങ്ങനത്തെ ഡേറ്റ് യൂണിഫോംസ് ആയിട്ടും ഞങ്ങളുടെ ഡെയിലി ലൈഫ് റൊട്ടീൻ. അപ്പൊ എന്നെ പോലുള്ള കിച്ചണിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരായാലും ടെക്കിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരായാലും ഇപ്പൊ ചീഫ് ഓഫീസർ, ചീഫ് എഞ്ചിനീയർ, ക്യാപ്റ്റൻ അടക്കം എല്ലാരും ഈ വെള്ള യൂണിഫോം ഇട്ടല്ല ഇവിടെ കപ്പലിൽ എപ്പോഴും നിൽക്കാറുള്ളത്. ഇതുപോലെ ഡേറ്റ് യൂണിഫോംസ് ഇട്ടാണ് എല്ലാവരും പണിയെടുക്കാറുള്ളത്. അതുപോലെ തന്നെ ഞാൻ ഇതുപോലെ ഫ്രീ ടൈം കിട്ടുമ്പോഴാണ് ഇതുപോലെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാറുള്ളത്. ശരിക്കും ഞങ്ങളുടെ റിയാലിറ്റി ഇതാണ്. റീൽസിൽ കാണുന്ന പോലെ ടിപ് ടോപ്പ് ക്യാപ്പും വൈറ്റ് യൂണിഫോമും സ്ട്രൈപ്പും കാര്യങ്ങളും ഒന്നല്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. പുതിയ കപ്പലിലോട്ട് ജോയിൻ ചെയ്യാൻ വരുന്ന എല്ലാരോടും ഞാൻ ഈ പറയണത്. അപ്പൊ ഹോർമൂസിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടത് ചൈനയിലേക്ക് ഞങ്ങൾ പോയേണ്ട. ഈ ചൈന കഴിഞ്ഞിട്ട് പിന്നെ ഹോർമൂസിലേക്ക് വാർസോണിലോട്ട് ഞങ്ങൾ പോയില്ലേന്ന് ഇതുവരെ ഞങ്ങൾക്ക് അറിയില്ല. അപ്പൊ ഏതെങ്കിലും രാജ്യത്ത് പോയിട്ട് ഫോൺ വിളിക്കാനായി ഇന്റർനെറ്റ് കിട്ടാണ്ട് വിഷമിക്കണം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് അയച്ചു കൊടുത്തേരി നോട്ടിക് ഇന്റർനെറ്റ്. ഇനി അടിപൊളി വീഡിയോസ് ആയിട്ട് കാണുന്നതാണ്.